നടൻ ഷൈൻ ടോം ചാക്കോയും കുടുംബവും സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ട് ഷൈനിന്റെ അച്ഛൻ ചാക്കോ മരിച്ചു. തമിഴ്നാട് സേലത്തിനടുത്ത് ധർമ്മപുരിയിൽ വെച്ചായിരുന്നു അപകടം. ഷൈനിന്റെ കൈക്കും പരിക്കേറ്റിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട്. ശ്രീധരൻ, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? എപ്പോഴാണ് സംഭവിച്ചത്? ഇന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് വിവരം. ഇവർ സഞ്ചരിച്ചിരുന്ന കാർ ഡിവൈഡറിൽ ഇടിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ദൃശ്യങ്ങളിൽ നിന്ന് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അങ്ങനെയാണ്. ഷൈൻ ടോം ചാക്കോ, അച്ഛൻ, അമ്മ, ഡ്രൈവർ ഇങ്ങനെ 4 പേരാണ് ഈ കാറിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഷൈൻ ടോം ചാക്കോയുടെ കൈക്ക് പരിക്കുണ്ട്. അച്ഛന്റെ ജീവൻ നഷ്ടമായി. മറ്റ് 3 പേരെയും ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നാണ് വിവരം. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. നിലവിലേതായാലും എന്താണ് ഈ അപകടത്തിന് കാരണം എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. നമ്മൾ ഷൈൻ ടോം ചാക്കോയുടെ ബന്ധുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെടാൻ നോക്കുന്നുണ്ട്. ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഏതായാലും ഈ കാറ് ഇന്ന് രാവിലെ സേലം ബംഗളൂരു ഹൈവേയിൽ വെച്ച് അപകടത്തിൽ പെടുകയാണ്. ഈ ഒരു അപകടം നടന്നത് പുലർച്ചെയാണ്. അപ്പോൾ ഈ രക്ഷാപ്രവർത്തനമൊക്കെ കൃത്യസമയത്ത് തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ടോ? കൃത്യസമയത്ത് ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവരെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഹൈവേ പെട്രോളിംഗ് കാര്യമായിട്ടുള്ള ഒരു മേഖലയാണ് ഈ സേലം ബംഗളൂരു ഹൈവേ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇവരെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ മൃതദേഹം ഇപ്പോൾ ധർമ്മപുരിയിലെ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ചികിത്സയിലും തുടരുന്നുണ്ട്. എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഒരുപക്ഷെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ അപകട കാരണം എന്ന് സംബന്ധിച്ചൊന്നും ഇതുവരെ വ്യക്തതയില്ല. സ്വാഭാവികമായിട്ട് ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയാണ് ഇവർ നിന്ന് ബംഗളൂരുവിലേക്ക് പോരുന്നത്. ഷൈന്റെ തുടർ ചികിത്സയുമായി ബന്ധപ്പെട്ടായിരുന്നു യാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവർ സഞ്ചരിക്കുന്ന കാറ് ഡിവൈഡറിൽ തട്ടി അപകടത്തിൽപ്പെട്ടു എന്നാണ് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇപ്പോൾ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നു. മറ്റുള്ള 3 പേരും ചികിത്സയിലാണ്. അമ്മയും അതുപോലെ തന്നെ ഷൈനും ഡ്രൈവറുമാണ് ഈ അച്ഛനെ കൂടാതെ കാറിലുണ്ടായിരുന്നെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.